തിരുവനന്തപുരം പാളയത്ത് വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ സംയുക്ത കുരിശിന്റെ വഴി മാർ ബെസേലിയസ് ക്ലെമീസ് കത്തോലിക്ക ബാബ, ലതീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ, ബിഷപ്പ് തോമസ് തറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. കുരിശിന്റെ വഴിയിൽ സ്ഥാനാർത്ഥികളുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എസ് വിനീഷ് കുമാർ തിരുവനന്തപുരം നേരിട്ട് ഇതിന്റെ ചിത്രം നൽകുന്നു. എസ് വിനീഷ് കുമാർ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വഴിയാണിപ്പോൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇപ്പോൾ ഇതാ പീഡന സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള കുരിശിൻ്റെ വഴി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാളയം സെൻറ്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നിന്നാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. സീറോ മലബാർ സഭ, ലത്തീൻ കത്തോലിക്ക സഭ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഇത് സംയുക്തമായാണ് ഈ ഒരു കുരിശിൻ്റെ വഴി എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ളത്. ഇത്തവണയും വളരെ വിപുലമായി തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മലങ്കര സുറിയാനി സഭ ബിഷപ്പ് കാർദിനാൾ മാർ ബെസേലിയസ് ക്ലെമീസ് ബാവ, ചങ്ങനാശ്ശേരി ബിഷപ്പ് മാർ തോമസ് തറയിൽ, ലത്തീൻ അതിരൂപ ബിഷപ്പ് തോമസ് ജെ നെറ്റോ തുടങ്ങിയവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. മുൻനിരയിൽ വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സ്ഥാനാർത്ഥികൾ എത്തിയിട്ടുണ്ട്. കെ മുരളീധരൻ, അതുപോലെ തന്നെ സി പി ജോൺ, വി കെ പ്രശാന്ത് ഉണ്ട്, കെ എസ് ശബരിനാഥ് ഉണ്ട്, സി പി ജോൺ ഉൾപ്പെടെയുള്ള ആളുകളും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചത് മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ ഇത് പാളയത്ത് നിന്ന് ആരംഭിച്ച് ആശാൻ സ്ക്വയർ ചുറ്റി നിയമസഭയ്ക്ക് മുമ്പിലൂടെ ചുറ്റി വീണ്ടും ഇത് ഈ പള്ളി പരിസരത്ത് തന്നെ, അതായത് സെൻറ്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ പള്ളി പരിസരത്ത് തന്നെയായിരിക്കും അവസാനിക്കുക. ഇടതുപക്ഷ സ്ഥാനാർത്ഥി സുധീർ കരമനയും കാണാനുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.